So here is Janmani's second bride, Christian bride. സിഗരറ്റ് കൊടുക്കും ലൈറ്റ് തരവില്ല. കട്ടിക്ക് ഫാസ്റ്റ് ഡേ രാത്രി കുട്ടിത്തെ കഴിഞ്ഞിട്ട് ലൈറ്റ് തന്നിട്ടില്ല. ഞാൻ ദിവസം മറിഞ്ഞു പോയി ചിലപ്പോൾ ഞാൻ ചോദിച്ചിരിക്കണം. നമുക്കറിയില്ലല്ലോ എങ്ങനെ പണി നടക്കുന്നത്. ഞാൻ ബിഗ് ബോസ് പണ്ട് കണ്ടിട്ടില്ല. എനിക്ക് ചെറിയ അടിയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് മോർണിംഗ് ആൻസർ ബിഗ് ബോസ് തരുമില്ല ചോദിച്ചു. ബിഗ് ബോസ് പ്ലീസ് എന്റെ ലൈറ്റ് തരുമോ? കുറെ ടൈം പോയി തന്നിട്ടില്ല. എനിക്കിപ്പോ ടോയ്ലറ്റിൽ പോകണം. ഭയങ്കര തുടാമത്ത് അമ്മ സത്യം ഞാൻ സത്യം പറഞ്ഞിട്ടുള്ളൂ. മോർണിംഗ് ആരെ തൊഴില്ലേ പൂജ ഋഷി തള്ളച്ചി ഇതാ മൈക്ക് അതാ ക്യാമറ. അപ്പൊ തന്നെ ബിഗ് ബോസ് ആരും അങ്ങനെ പോകാൻ പറ്റില്ല. എനിക്ക് സത്യം എനിക്ക് ആ വീടിനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയാം ബിഗ് ബോസ് ഈ പൊപ്പട്ടി എൻ്റെ പേരിൽ കഴിച്ച് താ പറയണം. നമ്മൾ കുഴപ്പമില്ല ലവ് യു താ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്രിസ്ത്യൻ ബ്രൈഡൽ മേക്ക് ഓവറിലേക്ക് സ്വാഗതം. ഇതാ നോക്കൂ, സ്പ്രേ ഹെയർ സ്പ്രേ പോലെ വാട്ടറി അല്ല. നോക്കൂ, ഓട്ടോമാറ്റിക്കലി നമ്മൾ അയച്ചു കൊടുത്ത് ആ ബൗൺസി ഓട്ടോമാറ്റിക്കലി ആവും. പിന്നെ കവർ ചെയ്തിട്ട് നല്ല ബൗൺസി ആവും. ഇത് നമ്മളൊക്കെ പഴയ ടെക്നിക്സ്. സോഫ്റ്റ് ആയിട്ട് എന്താ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്ന ഹെയർ ഇപ്പൊ കുറച്ച് ബൗൺസി ആയല്ലേ അല്ലേ? പ്രൊഡക്റ്റ് നെയിം മൈക്കി. ഹലോ, ബി ബ്ലെൻഡ് ഹോട്ട് ഷോട്ട് ഫിനിഷ് സ്പ്രേ ആണ്. ഫോർ റേഡിയൻ ഷൈൻ. നല്ല തിളക്കം കിട്ടും. തിളക്കം കിട്ടാൻ വേണ്ടി എവിടെങ്കിലും ഒന്ന് നോക്കിയിട്ട് നല്ല തിളക്കം നല്ല ഷൈനിങ്. എത്ര സ്പ്രേ ചെയ്തിട്ട് ആ സ്റ്റിക്കൻ ഇല്ല കണ്ടോ? ഈ ഇങ്ങനെ ഹെയർ ഇങ്ങനെ പിടിച്ചിട്ട് വലിക്കണം. ഓട്ടോമാറ്റിക്കലി സൈനിങ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കേളി ചെയ്യാൻ എല്ലാവർക്കും അറിയത്തില്ലേ? എല്ലാവർക്കും അറിയാം. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് സ്പ്രേ ചെയ്യാം. ബാക്കി കണ്ടല്ലോ. ഇപ്പം ഞാൻ ഫ്രണ്ട് കാണാം. ശ്രദ്ധിച്ചിരുന്നോ? ഓപ്പൺ ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഭയങ്കര ട്രെൻഡല്ലേ? നീ അതിനെ നോക്കില്ലല്ലോ. അതോ അത് ഇപ്പൊ ശ്രദ്ധിക്കട്ടെ.
ഈ ഒരു കാര്യം കേൾക്കണം. ഇന്നലെ ഈ ഹോട്ടലിൽ വന്നത്, മൂന്നാറിൽ പോയിട്ട് ഹോട്ടലിൽ വന്നത് 2:30 ആയിട്ടാണ്, കിടക്കുന്നത് 5 മണിക്കാണ്. എനിക്ക് ഉറക്കത്താറില്ല. ഈ രാത്രി നൈറ്റിയിലെ എന്റെ ഫോട്ടോ വേണം ചോദിക്കൂ. എന്താ പരിപാടി കളിച്ച്? ഞാനല്ല, സ്മിതയാ. മോളെ 2 മണി 2 നമ്മുടെ ആരും ഉറങ്ങത്തില്ല സത്യം. ഇസ്മിത ചേച്ചിയുടെ കാര്യം എനിക്കറിയില്ല. അല്ല, കുറിച്ച് വിശക്കുന്ന ഇരിക്കട്ടെ. എല്ലാവർക്കും നല്ല തടിയുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെ കണ്ണടയ്ക്കാതെ നമ്മൾ നിന്ന് പഠിപ്പിക്കുന്നില്ലേ, കുറച്ച് വിശപ്പ് സഹിച്ച ഈ ഓപ്പൺ ടെസ്റ്റ് സൂപ്പറായിരിക്കും. അത് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് പ്രയോജനം ചെയ്യും. ടപ്പേന്ന് കണ്ടോ? മേക്കപ്പിന്റെ ഫിനിഷിങ് നിങ്ങൾ നോക്കിയേ, കണ്ടോ? എനിക്ക് സത്യപ്പാട് ഈ മൈക്കിന്റെ അവസ്ഥ മറന്നു പോവും. ബിഗ് ബോസിൽ നമുക്ക് ഇരിക്കുന്ന ടൈമിൽ ഒരു 1 week 2 week ശ്രദ്ധിക്കും. ആ ക്യാമറ അതൊക്കെ നമുക്ക് മറന്നു പോവും. മൈക്കുണ്ടോ എന്തെങ്കിലും പണ കഴിഞ്ഞിട്ട് ഞാൻ സ്ഥാപിച്ചല്ലേ ആർക്കും അറിയത്തില്ല. ഈ യമുന ചേച്ചിക്ക് മാത്രം അറിയാം. ആ ലാലത്തിൽ പറഞ്ഞത് എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് അതൊക്കെ എല്ലാവർക്കും മനസ്സിലായി. ഓ ഞാൻ സ്ഥാപിച്ച ചുമ്മാ കൊടുക്കണല്ലേ അമ്മ കിട്ടട്ടെ. എന്നെ മനസ്സിലായി. ആ പ്രാകാൻ നേരം അവിടെ മൈക്കുണ്ടെന്നല്ല ക്യാമറ ഉണ്ടെന്നൊക്കെ ഉള്ളി മറന്നുപോയത്. അത് കഴിഞ്ഞിട്ട് മനസ്സിലായി മൈക്കുണ്ടോ. ഇന്ന ചേച്ചി എനിക്ക് പറഞ്ഞു വെച്ചാ മൈക്കുണ്ടോ ക്യാമറ ഉണ്ട് പറഞ്ഞു. പറ്റില്ല മറന്നപ്പോ സത്യം. ഒരു ദിവസം നമുക്ക് എല്ലാവരും ഭയങ്കര വഴക്കുണ്ടേ. ബിഗ് ബോസ് വിളിച്ചിട്ട് എല്ലാവരും എവിടെ ഇരിക്കും പറഞ്ഞിട്ട് നമ്മുടെ സോഫയിൽ ഇരിക്കുന്നത്. 1 മണിക്കായി 2 മണിക്കൂറാവാറായി. ഇരുന്ന് മറ്റത്ത് കിച്ചണിൽ ആ കുക്കിംഗ് ചെയ്യുന്നല്ലേ എല്ലാം അങ്ങനെ ഇരിക്കുന്നത്. ലാസ്റ്റ് എല്ലാവരും പറഞ്ഞ് വിശിക്കുന്നത്. ഞാൻ അപ്പം തന്നെ പറഞ്ഞത്, ഞാൻ പറഞ്ഞ പട്ടുക്ക് ഞാൻ പോയിട്ട് ഗ്യാസ് അടിച്ചിട്ട് നിങ്ങൾ ഇരിക്കും ഞാൻ ചെയ്യും. എനിക്ക് സത്യം പറഞ്ഞ് ഞാൻ ആ ക്യാമറ മൈക്ക് ഒന്നും ഓർമ്മയില്ല. ആ സൗണ്ട് മാത്രം ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ കട്ടായി പോവും. ആരുടെ കണക്ഷൻ ഇല്ലല്ലോ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ. അപ്പൊ തന്നെ പൂജ ഋഷി തള്ളച്ചി ഇതാ മൈക്ക് അതാ ക്യാമറ. അപ്പൊ തന്നെ ബിഗ് ബോസ്. ആരും അങ്ങനെ പോകാൻ പറ്റില്ല. എനിക്ക് വരും കേട്ടിട്ട് ഇങ്ങനെയാണ് എല്ലാം നോക്കിയിരിക്കും. ആലോചിക്കൂ ഓരോരോ സെക്കൻഡ്. നിങ്ങൾ എല്ലാവർക്കും അടജിക്ക് ചിത്രത്തിന് മാത്രം സ്നേഹമുണ്ട് അല്ലേ? ആരോടാ? നിങ്ങൾക്ക് എല്ലാവർക്കും ജിൻഡോയോടാണോ ജാനനോടാണോ സ്നേഹം? അതായത് ലോകം ഒന്നൊരക്കെ പറഞ്ഞേ കേക്കട്ടെ. രണ്ടല്ലേ പറഞ്ഞുണ്ടോ? ഞാൻ പറഞ്ഞ കൊറേ സുന്ദരിമാരുണ്ടോ എനിക്ക് ചോദിച്ച് നീ എന്താ എന്റെ വീട് കളയാൻ വേണ്ടി കുടുംബം കളയാൻ വേണ്ടി. ദിനസരന്റെ കല്യാണം ഉണ്ടോ ഡേറ്റ് എനിക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ ഭയങ്കര അടുത്തുണ്ടോ പെട്ടെന്നുണ്ടോ? ഇത്ര കേള് ചെയ്തിട്ടതിന് മുമ്പ് എന്താണ് അടിച്ച്? ആ ഷൈനിങ് സ്പ്രേ മാത്രം അടിച്ചിരിക്കുന്നത്. ഇവിടുന്ന് പോകുമ്പോ എത്ര നേരം ഇത് ലാസ്റ്റ് ചെയ്യും? എങ്ങനെയാണ് ഇതിന്റെ ഇപ്പൊ മേക്കപ്പ് കണ്ടില്ലേ? അതുപോലെ ഈ ഹെയർ എങ്ങനെ കിടക്കും? ആ ഇത് ലാസ്റ്റ് അടിയിലത്തെ കേളല്ലേ ഇത്? ആ കേള ധരിച്ചില്ലേ? മുടിയില്ല. നീ എന്താ പറഞ്ഞത്? സദ്യക്ക് എന്നെ കളിയൊക്കെ ഞാനും ഇറങ്ങിപ്പോ. അവളാരും പറഞ്ഞേക്കാം.
അല്ലേ? ജാനുവിന് മാത്രമല്ല ഇറങ്ങി പോകാൻ അറിയാവുന്ന, എനിക്ക് ഇറങ്ങി പോകാൻ അറിയാം. എവിടെയാ? ബിഗ് ബോസിൽ നിന്ന് പോയതുപോലെ എനിക്ക് ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞില്ലേ, എന്നെ കളിയാക്കാൻ ഞാൻ ഇറങ്ങിപ്പോവും. നീരിക്ക് അവിടെ ഓരോ ദിവസം അപ്പൊ തന്നെ മനസ്സിലാവും. ഉപ്പ് ഇല്ല, ഭക്ഷണം ഒന്നുമില്ല, കട്ട് ചെയ്ത് കളയും. ഷുഗർ ഇല്ല, പാലില്ല, കൂടെ ചായയുടെ വേണ്ടി ഒന്നുമില്ല. ദേഷ്യം പിടിക്കില്ലേ? സിഗരറ്റ് കൊടുക്കും, ലൈറ്റർ തരവില്ല. പിന്നെ എവിടെയാ കട്ടിക്ക്? ഫാസ്റ്റ് ഡേ രാത്രി കുട്ടിത്തെ കഴിഞ്ഞിട്ട് ലൈറ്റർ തന്നിട്ടില്ല. ഞാൻ ദിവസം മാറിട്ട് പോയി ചിലപ്പോൾ ഞാൻ ചോദിച്ചിരിക്കണം. നമുക്കറിയില്ലല്ലോ എങ്ങനെ പണി നടക്കുന്നത്. ഞാൻ ബിഗ് ബോസ് പണ്ട് കണ്ടിട്ടില്ല. എനിക്ക് ചെറിയ അറിയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് മോർണിംഗ് ആക്സസ് പക്ഷെ ബിഗ് ബോസ് തരവില്ല ചോദിച്ചു. വെയിറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഫസ്റ്റ് വീഡിയോയിൽ ചോദിച്ചു ബിഗ് ബോസ് പ്ലീസ് എന്റെ ലൈറ്റർ തരുമോ? കുറെ ടൈം പോയി തന്നിട്ടില്ല. എനിക്ക് ഇപ്പൊ ടോയ്ലറ്റിൽ പോകണം, ഭയങ്കര തുടാമത്ത്. അമ്മ സത്യം, ഞാൻ സത്യം പറഞ്ഞിട്ടുള്ളൂ. മോർണിംഗ് ആരെ തൊഴില്ലേ? അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വഴി വിട്ടിട്ട് അവിടെ ബിഗ് ബോസ് തടയില്ലേ ചോദിച്ചു. ഞാൻ അവിടെ രത്തീസി വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിലെ ഉണ്ടെങ്കിൽ എങ്ങനെ ഈ സിഗരറ്റ് വലിക്കാൻ ഞാൻ നോക്കാം പോരാ പറഞ്ഞിട്ട്. ഈ വഴി വരുന്ന ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ തൊഴിലത്തിൽ പോണ അവസ്ഥ. അലസിക്ക് അങ്ങനെ എല്ലാവരും സംഭവിക്കുന്ന പരിപാടിയല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ ഞാൻ എന്തായിക്കോട്ടെ, ഞാൻ പറഞ്ഞ ബിഗ് ബോസ് കുഴപ്പമൊന്നുമില്ല, എന്നെ ഗ്യാസിലെ കത്തിക്കാം, വീട്ടിലെ കത്തിക്കുന്നുണ്ടല്ലേ, ലൈറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ 10 ഗ്യാസിലെ പിടി ഞാൻ അങ്ങനെ കത്തിച്ചിട്ട് ഇവന് ഓടി വന്ന് 19 ആൾ കളിച്ച് ജീവിതം സാധനം പൊട്ടിച്ചിട്ട് കഴുകി കൊടുക്കാൻ പറഞ്ഞത്. അത് വീഡിയോ പറഞ്ഞില്ല, കണ്ടില്ലേ? ഓ അത് ഫസ്റ്റ് ഇനോഗ്രേഷൻ ഞാൻ ഞാൻ കിരീബോൺ കട്ടിങ്. എന്താ സ്പ്രേ അടിക്കുന്നതേ ഉള്ളൂ, കേളി ചെയ്തിട്ട്. ഡയലോഗ് പറയാൻ അതെങ്ങനെ പറയില്ലല്ലോ, ദേഷ്യത്തില് പറഞ്ഞു. പിന്നെ ഗൗരിന്റെ കൂടെ ഫൈറ്റിംഗ് ചെയ്തിട്ട് എനിക്ക് ദേഷ്യം അവർക്ക് പുറത്ത് കഴിയുമ്പോൾ പറഞ്ഞ് ഞാൻ ബ്ലാങ്കറ്റ് ഇങ്ങനെ കൂടി എത്ര ദേഷ്യത്തിന് ഞാൻ ബ്ലാങ്കറ്റ് ഇങ്ങനെ കൊടുത്ത് പുറകെ വെള്ളം കണ്ട് വാഷിംഗ് പൗഡർ നിർമ്മാ എല്ലാവരും താമസക്കി കളഞ്ഞെ. എല്ലാവരും കരഞ്ഞ് ചിരിച്ച് നന്നായി കിളമ്പി പോയി പറഞ്ഞത്. എനിക്ക് സത്യം എനിക്ക് ആ വീടിനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയാം ബിഗ് ബോസ് ഈ പൊപ്പട്ടി എൻ്റെ പേരിൽ കഴിച്ച് താ പറയണം. നമ്മൾ കുഴപ്പമില്ല, ലവ് യു ലാസ്റ്റ് ലവ് യു പറഞ്ഞേ. ഗേൾ ഫിനാലിന് പറഞ്ഞു കൊടുത്ത ലവ് യു ജാണ് പറഞ്ഞ്. ഞാൻ പറഞ്ഞ ഇതല്ല പണി. പിന്നെ എന്നെ പോട്ടിക്കാക്കി കളഞ്ഞ്. വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരാൾക്കല്ലേ വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ജിൻഡുസിനെ എനിക്ക് ഓരോ ഗിഫ്റ്റ് തന്നിട്ടില്ല. അത് ചോദിക്കട്ടോ എന്നെ വന്നിട്ട് വിൻ ചെയ്തല്ലേ, ജാനു വന്നിയത്തില്ലേ, നമുക്ക് എന്താ ഗിഫ്റ്റ് കൊടുത്ത് ചോദിക്കുക പണി തരത്തെ. എനിക്കൊരു പ്ലാസ്റ്റിക് റോളർ കൊടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൽ റോളർ ഉണ്ടല്ലേ വലിയ ബോക്സിൽ അതെനിക്ക് ഓക്കെ ഓക്കെ. നമുക്ക് ഓൾമോസ്റ്റ് ഹെയർ കഴിഞ്ഞ് ഞാൻ ഹെയർ കോരി എടുക്കുന്ന നോക്കിക്കോണേ. ഇനി അത് റോൾ ചെയ്ത് വെക്കാൻ പോവാ. ഇങ്ങനെ പിടിക്കണം കേട്ടോ, ഫ്രണ്ടിൽ ബാക്കിലല്ല, എപ്പോഴും ഫ്രണ്ടിൽ ഇങ്ങനെ പിടിക്കണം. പിടിച്ചിട്ട് നമുക്ക് വെൽക്രോ വച്ചിട്ട് ഭയങ്കര തൈ. അല്ല ഞാനോ എന്താ പറ്റി? ഞാൻ ഉറക്കം തൂങ്ങുവാന്ന്. അതില്ലല്ലോ കലവി, ഉറങ്ങിപ്പോയി എൻ്റെ തീരിന്.
പാവം മധുസേച്ചൻ സഹിച്ചിട്ട് ഇരിക്കുന്നത്. എനിക്ക് എത്ര ഫൈറ്റിംഗ് ഉണ്ടെങ്കിലും വിദ്യ ചേച്ചി എൻ്റെ സെറ്റപ്പാടിൽ എത്രയും സ്നേഹം എത്രയും ജെന്വനായിട്ട് എൻ്റെ കൂടെ ഇരിക്കണം. എനിക്ക് ശരിയില്ലെങ്കിൽ എനിക്ക് പഠനം കൊടുക്കും, എനിക്ക് ശരിയില്ലെങ്കിൽ പഠനം കൊടുക്കും. അതാണ് എൻ്റെ വിദ്യ ചേച്ചിയുടെ എൻ്റെ റിലേഷൻ നന്നായിട്ട് പോകുന്നത്. എത്ര വർഷമായില്ലേ? കുറച്ച് കിളവിയായില്ല പോലെ. ഞാൻ കിളവിയായോ? ചേച്ചി ഞാൻ കിളവിയായോ? അല്ലല്ല, ഓടിനമ്മയെ മാത്രം ഞാൻ വിളിക്കല്ലോ. ഞാനുമായി ഇപ്പൊ നല്ല ബോഡി പെയിന് തുടങ്ങി. 30 കഴിഞ്ഞല്ലേ? ഇങ്ങനെ ആരെങ്കിലും ഒക്കെ റോൾ ചെയ്യാറുണ്ടോ? നിങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? അത് കേൾ ചെയ്ത് ചെയ്യണം. അല്ല ഇതൊക്കെ കൊടുക്കണം. രണ്ടെണ്ണം ഒരെണ്ണം വേണം. ഓക്കെ. ജസ്റ്റ് റാഫ്ലി ആ കളർ ചെയ്തിട്ട് പണ്ട് താഴെ ഞാൻ ചെയ്തില്ലേ സെയിം രീതിയിലേക്ക് ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ വെക്കും. ഓക്കെ, ഇത് ജസ്റ്റ് നമുക്ക് സെറ്റിംഗ് മേക്കപ്പ് കഴിഞ്ഞിട്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ 10 മിനിറ്റിന് ഉള്ളിലേക്ക് എങ്ങനെ മേക്കപ്പ് കാണിച്ചു കൊടുക്കാം. ടിഷ്യൂ വെച്ച് വൈപ്പ് ചെയ്യുന്നു. പ്രമാണത്തില് കുറിച്ച് ഓയിലി ഫേസ് കണ്ടോ കണ്ടുപിടിച്ച് നമുക്ക് ജസ്റ്റ് ആ ചെറിയ 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 പോസസ് ഓപ്പൺ ആണ്. അത് ഞാൻ ക്ലോസ് ആക്കാൻ വേണ്ടി സിലിക്കോൺ ബേസ്ഡ് പ്രൈമറാണ്. നമുക്ക് ഫേസ് ഇപ്പൊ കറക്റ്റ് ആയല്ലേ? നമുക്ക് ഫസ്റ്റ് സ്കിൻ ഭയങ്കര ഫ്ലോലെസ് ഉണ്ടെങ്കിൽ നമുക്ക് പോസസ് ക്ലോസ് ആക്കണം. എപ്പോഴും ബ്രഷ് യൂസ് ചെയ്ത് ബ്രഷിന്റെ പോയിന്റ് ഉണ്ടല്ലേ, അതാണെങ്കിൽ ജൂം ചെയ്തില്ല ഒരു മനസ്സിലാവും. ആ പോയിന്റ് എപ്പോഴും നമ്മളുടെ സ്കിന്നിന്റെ പോസിലെ കയറി പോകും. അതിന് ബെറ്റർ ഫസ്റ്റ് യൂസ് യുവർ ഹാൻഡ്. ഓക്കെ, മോയ്സ്ചറൈസർ എല്ലാം അടിക്കുന്ന ടൈമിൽ നമുക്ക് അത് തന്നെ മോയ്സ്ചറൈസർ നമ്മൾ എപ്പോഴും ഹാൻഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ മനസ്സിലായോ? ചോദിച്ചത് മനസ്സിലായോ? ബ്രഷ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ബ്രഷസ് ഈ സ്കിന്നിനകത്തോട്ട് കയറി പോകത്തില്ലേ? അതിൽ നല്ലത് കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതാണ്. ഒരു BB ക്രീമാണ് മൈഗ്ലാമിൻ്റെ. മൈഗ്ലാം 301 ആൽമണ്ട്. കണ്ടോ? ക്രിസ്ത്യൻ വെഡിങ്ങിന് ഇത് ചെയ്യുന്നതും നല്ലതാണ്. എനിക്ക് ആരാ വിളിക്കുന്നത് എൻ്റെ ഫോണിൽ? സെയിം ഞാൻ പണ്ട് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞല്ലേ ഗുഡ ബ്യൂട്ടിന്റെ ഈ ഐഷഡോ കേട്ടോ. സെയിം എൻ്റെ ആവശ്യത്തെ ഇല്ല, അത്ര നല്ല കുട്ടി കുട്ടി ചോദിക്കുന്നേ. സാജി പറഞ്ഞ കൊടുക്കരി. ആ അതൊക്കെ പറഞ്ഞു. എന്താ ചിന്തിച്ച് കണ്ടോ? കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് ജസ്റ്റ് കുളിച്ച് വീഡിയോ വൈറ്റ് കാണാൻ ഗ്യാപ്പ് ഫീൽ ആക്കുന്നത്. അതൊക്കെ എന്റെ നോക്കൂ, കാണാൻ പറ്റുമോ? ഇല്ലല്ലോ, അത് ഫിക്സ് ആയി. ഇപ്പൊ നമുക്ക് ഒരു ന്യൂഡ് ലുക്ക് കൊടുക്കാം കേട്ടോ. ന്യൂഡ് ആയി മേക്കപ്പ് മസ്കറ ലാഷസ് അത്രേ ഉള്ളൂ. എനിക്ക് വിശക്കുന്നുണ്ട്, അതാ ഞാൻ ചോദിച്ചത്.
ബ്രേക്ക്ഫാസ്റ്റ് അടിച്ച് നീ കഴിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഒന്നും കഴിച്ചില്ല. കള്ളത്തറ പറയല്ലേ. അയ്യോ, ഞാൻ ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചു. ബാക്കി ഞാൻ റൂമിൽ പറയാ. കേൾക്കണ്ടല്ലേ. കുറച്ച് നമുക്ക് ഒരു പിങ്കിഷ് ബ്രൗൺ ഉണ്ടല്ലേ, അത് യൂസ് ചെയ്യാം നാച്ചുറൽ ലുക്ക് കൊടുക്കാൻ വേണ്ടി. ബ്ലെൻഡിങ് എങ്ങനെയാ നിങ്ങൾ കണ്ടോ? ഇവിടെ ചേച്ചിയുടെ മോളല്ലേ മാത്രം നമ്മൾ ഇതിട്ട് നോർമൽ മസ്കാര. ഇതാ ഫോർ-എവർ 52 കേട്ടോ. ആ ഐഷയുടെ പ്ലേറ്റ് കാണിച്ചു കൊടുത്ത് അങ്ങനെ പോലെ ഐഷയുടെ നോർമലോ വെയിറ്റ് കരോ. ഐഷയുടെ മുമ്പ് കാണിച്ചതാ രാവിലെ. അല്ല ഇപ്പൊ ഇത് ഹുഡ ബ്യൂട്ടിയുടെ ആ അത് വാങ്ങിച്ചിട്ട് നമുക്ക് ഹുഡ ബ്യൂട്ടിയുടെ ന്യൂഡ് ഐഷയിലോ ഹുഡ ബ്യൂട്ടിയുടെ ഐഷയുടെ എല്ലാവരുടെ കയ്യിലൊക്കെ ഉണ്ടാവും. ഇതാണ് ആദ്യം കാണിച്ചു കൊടുക്കുന്നത്. ആദ്യം ചെയ്തത് ഇതിനകത്ത് ലൈറ്റ് കളറാണ് ചെയ്തത്. നോക്കൂ, കണ്ടോ? ഇപ്പൊ താഴെ നമ്മളെ ക്ലീൻ ആക്കാം. ഐസ് ഭയങ്കര മൈൽഡാണ് ഈ ഫൗണ്ടേഷൻ. നല്ലൊരു വെൽവെറ്റി ലുക്ക് കിട്ടുവേ. അതിങ്ങോട്ടൊന്ന് തന്നാലല്ലേ എന്റെ നമ്പർ നോക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരിക്കലും ഈ സൈഡിലോട്ട് ഫൗണ്ടേഷൻ ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ സൈഡിലേക്ക് ഫൗണ്ടേഷൻ ഇടത്തേ ഇല്ല. താഴെ ഇങ്ങനെ സൈഡിലേക്ക് മാത്രമേ ഇടൂ. കണ്ടോ? ഷെയ്ഡാണ് നാച്ചുറൽ റേഡിയൻ ലോങ് വെയർ ഫൗണ്ടേഷൻ ബാർസിലോണ. സെഫോറയുടെ കോമ്പാക്റ്റിന്റെ പേര് തന്നല്ലേ ആ ടൈമില്? ആ സെഫോറയുടെ കോമ്പാക്റ്റിന്റെ പേര് തന്നല്ലേ? ബാക്ക് കോംബ് അല്ലേ ജാനു? കുറച്ച് ബാക്ക് കോംബ് ചെയ്തിടുക. കണ്ടോ? എല്ലാരും കണ്ടിട്ടിരിക്കുന്നല്ലേ? കുറച്ച് മാത്രം, എത്ര മിനിമം നമുക്ക് ചെയ്യാൻ പറ്റും അത്ര നല്ലത്. ദെൻ ബ്രഷ് ആക്കും. കണ്ടല്ലോ, ബൗൺസി ആയല്ലേ ഹെയർ. കണ്ടോ? സെയിം സൈഡിൽ ഈ രീതിയിലൊക്കെ സെയിം ഇതിലൊക്കെ ഈ സൈഡിൽ എടുക്കാം. സൈഡിലിരിക്കുന്നവർക്ക് കാണാൻ പറ്റുന്നില്ല. എന്നെ എപ്പോഴും ഓടിച്ചോണ്ടിരിക്കുവായിരുന്നു അവിടെ. കണ്ടോ? ബൗൺസി ഓട്ടോമാറ്റിക്കലി വന്ന് ഈ റോളറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബൗൺസി ഫീൽ കൊടുക്കണേ. അപ്പം ആ റോളർ വെച്ചതുകൊണ്ടാണ് അത്രയും ബൗൺസ് ആയിട്ട് വന്നതെന്ന് പറയുന്നത്.
ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? നിങ്ങൾക്ക് ഒരു ക്ലാപ്പൊക്കെ കൊടുക്കുക. രക്ഷിക്കന്നെ പാവം. എൻ്റെ ലിപ്സ്റ്റിക്ക് ബാഗിലുണ്ടായിരുന്ന ഈ ഹെയർ സെറ്റ് ചെയ്ത് കൊടുത്ത് 2 മിനിറ്റ് വരണ്ട. അപ്പൊ തന്നെ സംസാരിക്കും മുടി ഈ സൈഡിൽ വരണം. അപ്പൊ ശശു ജാനു ഇതാണ് അവസ്ഥ. ഓക്കെ, ആ വെയിൽ എനിക്ക് കുറിച്ച് തരുമ്പോ കണ്ടോ? പോരാ, കയ്യടി പോരാ. ലിപ്സ്റ്റിക്ക് മറന്നു പോയി. അന്ന് പിടിക്ക്. ഈ ക്രൗൺ വേണ്ട, വെയിൽ ജസ്റ്റ് കൊടുത്ത് ആ ലുക്ക് കിട്ടുന്ന വേണ്ടി. ഈ വെയിൽ നമുക്ക് ഏതാ സ്ഥലത്തിൽ വെക്കാൻ പറ്റും, അത് നമ്മളുടെ ഇഷ്ടം, ബ്രൈഡിന്റെ ഇഷ്ടം. ഈ ജസ്റ്റ് കൊടുത്ത കാരണം ആ വീഡിയോയിലെ ഫോട്ടോസിലെ കുറച്ച് വിസിബിൾ ആണ്, അതിനെ കുറച്ച് മേലിലേക്ക് കൊടുത്ത മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടോ? ഇതാ മാക്കിന്റെ റെഡ് ലിപ്സ്റ്റിക് ആണ്. മാക്കിന്റെ റെഡ് ലിപ്സ്റ്റിക് ആണ്. എപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് ഈ ഹെയർ അല്ലേ, ഈ ഹെയർസ് കുറച്ച് ബൗൺസി ആയിട്ട് കിടക്കണം. പിന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റും അത്ര എക്ദം കോലി ഭയങ്കര ബ്രാഷായിട്ട് ക്ലീനിങ് വേണ്ട, കുറച്ച് ബൗൺസി ആയിട്ട് കിടക്കട്ടെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ക്രിസ്ത്യൻ ബ്രൈഡൽ മേക്ക് ഓവർ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ ഒരു മുസ്ലിം ബ്രൈഡൽ മേക്ക് ഓവറുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.